നമസ്കാരം. 2 ദിവസങ്ങൾക്ക് മുൻപ് മുൻ മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസിൻ്റെ കോഴിക്കോട് കോട്ടൂളിയിലുള്ള വീട്ടിൽ വെച്ച് നടന്ന ED റെയ്ഡുമായിട്ട് ബന്ധപ്പെട്ട് DYFI സംസ്ഥാന പ്രസിഡന്റ് ശ്രീ വസീഫ് മാധ്യമങ്ങളോട് പറഞ്ഞ ചില കാര്യങ്ങൾ പറയുന്നത് അതിനെക്കുറിച്ചാണ്. ഇവിടെ വസീഫ് പറഞ്ഞ ചില കാര്യങ്ങൾ ED റെയ്ഡിനിടെ മുഹമ്മദ് റിയാസിൻ്റെ വീട്ടുകാർക്ക് അനുഭവിക്കേണ്ടി വന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച്, പുലർച്ചെ സമയത്ത് തൊട്ട് തുടങ്ങിയ റെയ്ഡിനെക്കുറിച്ച്, ഭക്ഷണം പോലും കഴിക്കാൻ സമ്മതിക്കാതെ അവരെ ബുദ്ധിമുട്ടിച്ചതിനെക്കുറിച്ച്, EDക്ക് മുന്നിൽ ഓച്ചാനിച്ച് നിന്ന കേരള പോലീസിനെക്കുറിച്ച്, കേന്ദ്ര ഏജൻസിക്ക് മുമ്പിൽ ഇടിവെട്ടേറ്റ പോലെ നിന്ന ചെന്നിത്തലയുടെ പോലീസിനെ കുറിച്ചൊക്കെ വളരെ രോഷാകുലനായി വസീഫ് സംസാരിക്കുന്നത് കേട്ടു. വസീഫിൻ്റെ വികാരം മനസ്സിലാക്കുന്നു. ഒപ്പം തന്നെ അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് പ്രതിപക്ഷ ശബ്ദങ്ങളെ ഇല്ലാതാക്കാനുള്ള ഭരണകൂട നീക്കത്തിനെതിരെ താങ്കളോട് ഐക്യപ്പെടുകയും ചെയ്യുന്നു. ഒപ്പം ED റെയ്ഡിനെ തുടർന്ന് കേരളത്തിൽ നടന്നിട്ടുള്ള അക്രമങ്ങളോട് വിയോജിക്കുകയും ചെയ്യുന്നു. ഇവിടെ വസീഫിനോട് പറയാനുള്ളത്, ഇതിനു മുമ്പും കേരളത്തിൽ ഇത്തരം EDയുടെയും മറ്റും റെയ്ഡുകൾ നടന്നിട്ടുണ്ട്. അന്നും കേരള പോലീസ് കേന്ദ്ര ഏജൻസിക്ക് മുമ്പിൽ ഒച്ചാനിച്ച് നിൽക്കുകയായിരുന്നു. അവരുടെ മുമ്പിൽ ഇടിവെട്ടേറ്റ പോലെ നിന്നതായിരുന്നു. അന്ന് ഭരണം വസീഫിൻ്റെ പാർട്ടിയുടേതായിരുന്നു. ആഭ്യന്തരം ശ്രീ പിണറായി വിജയനായിരുന്നു. ഭരണം മാറിയപ്പോൾ മാറിയ പോലീസിനെ നാം കണ്ടു. പാർട്ടി ഓഫീസിലേക്ക് ഞങ്ങള് ഒരുതരം തെരുവ് ഗുണ്ടകളെ പോലെ പോലീസ് ഇരച്ചു കയറുക, എന്നിട്ട് ഞങ്ങളുടെ സഖാക്കളെ മർദ്ദിക്കുക. വസീഫിനൊക്കെ വഴിയിൽ തടഞ്ഞ് പോയി പണി നോക്കാൻ പറയുന്ന പോലീസിനെ നാം കണ്ടു. ഏതായാലും CMRൽ നിന്നും കുഴപ്പണം കൈപ്പറ്റിയ എല്ലാവരിലേക്കും അന്വേഷണം നീളുമെന്നാണ് EDയുടെ ഭാഗത്തു നിന്ന് സൂചനയുള്ളത്. നമുക്ക് കാത്തിരുന്ന് കാണാം. ചിലർക്ക് കരുതിയിരിക്കുകയും ചെയ്യാം. അതിനിടയ്ക്ക് രാഷ്ട്രീയ ഡീലുകൾ നടന്നിട്ടില്ലെങ്കിൽ